അങ്ങനെ ബാസ വേഴ്സസ് PSG മത്സരത്തിൽ ബാസ 3-2 വിൻ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ബാസ 3 ഗോൾ നേടിയിട്ട് ഒരു മാച്ച് വിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് ചാവി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ചാവി കൊണ്ടുവന്ന ഏക മാറ്റം എന്ന് പറയുന്നത് ഫെർമിന് പകരം ഫ്രാങ്കി ഡിയോങ്ങിനെ കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയർ ഇഞ്ചുറിക്ക് ശേഷം കളിക്കുന്ന ആദ്യത്തെ മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ പ്ലെയറെ റിസ്ക് എടുത്ത് കളിപ്പിക്കേണ്ട എന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുമാത്രമല്ല കഴിഞ്ഞ 2-3 മാച്ചിൽ ഫെർമിൻ കാരണം ലെവൻഡോസ്കിക്ക് നല്ല രീതിയിലുള്ള ഫ്രീഡം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മാച്ചിൽ ഫെർമിൻ വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ചാവിക്ക് വേറെ പ്ലാൻസ് ആയിരുന്നു. അതായത് കഴിഞ്ഞ മാച്ചിൽ ഫെർമിൻ ചെയ്യേണ്ട റോള് ഗുണ്ടാൻ കൊടുത്ത റോള് ഫ്രാങ്ക് ഡിയോങ്ങിന് കൊടുത്തു, അത്ര തന്നെ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ തുടക്കത്തിൽ ബാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. അതായത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് PSG കയ്യിലായിരുന്നു ഫുൾ കൺട്രോൾ ഉണ്ടായത്. അതുമാത്രമല്ല PSG ആണെങ്കിൽ നല്ല രീതിയിലുള്ള മാൻ ടു മാൻ മാർക്കിങ് നടത്തുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രസ്സിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ടൈം ബാസയുടെ ബോക്സിലായിരുന്നു ഈ ഒരു ബോളും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത്. അതേസമയത്ത് ബാസയ്ക്ക് വലിയ രീതിയിലുള്ള ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു മാച്ചിൻ്റെ 5-ാം മിനിറ്റിൽ മാത്രം ബാസ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. റഫീനയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നൊരു ചാൻസാണ്, പക്ഷേ അദ്ദേഹം അത് മിസ്സാക്കി. അത് ഒഴിച്ചു നോക്കി ആദ്യത്തെ 20 മിനിറ്റ് PSG കയ്യിലായിരുന്നു കൺട്രോൾ. അത് കഴിഞ്ഞിട്ട് ബാസ ട്രാക്കിലേക്ക് വരികയും ഈ ഒരു മാച്ചിന് 37 മിനിറ്റിൽ റഫീനിയ ഗോൾ നേടി. ലെമിൻ്റെ അസിസ്റ്റാണ് റഫീനിയ ആ ഒരു ഗോൾ നേടുന്നത്. അപ്പോൾ ഈ ഒരു ഗോളിൽ ലെവൻഡോസ്കിക്ക് വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് 2 പ്ലേയേഴ്സിൻ്റെ അറ്റൻഷനാണ് സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ലെവൻഡോസ്കി നേടിയെടുത്തത്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ റഫീനിയക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസും കിട്ടി, ടൈമും കിട്ടി. അങ്ങനെയാണ് പ്ലെയർ ഈസി ആയിട്ട് അത് ഗോളാക്കി മാറ്റിയത്. ശരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ബാസ ഈ ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ ലീഡ് നേടുമെന്ന്. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ ബാഴ്സലോണ 1 PSG 0. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ PSG ഈ ഒരു എസൻസിയെ സബ് ചെയ്തിട്ട് ബാർക്കോളയെ കൊണ്ടുവന്നു. ആ ഒരു ഒറ്റ പ്ലെയറിൻ്റെ വരവോടുകൂടി PSG പെർഫോമൻസ് വേറെ ലെവലായി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുമാത്രമല്ല ഡെമ്പലേക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രീഡം ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ 48-ാം മിനിറ്റിൽ PSG ഈക്വലൈസർ നേടുന്നുണ്ട്. ബോക്സിലേക്ക് ബോൾ വരികയും അറാഹോ ബോൾ ക്ലിയറൻസ് നടത്തിയപ്പോൾ ആ ഒരു ബോൾ ഡെമ്പലിലേക്ക് ലഭിക്കുന്നു. ഡെമ്പലെ സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ഒരു ടൈറ്റ് ആംഗിൾ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഷോട്ട് ഡയറക്റ്റ് ഗോളായി മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ടെർ സ്റ്റെഗനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത്. അതുമാത്രമല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെമ്പലയുടെ ആ ഒരു ഷോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ടെർ സ്റ്റെഗൻ 2 കൈ യൂസ് ചെയ്തില്ല? കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഷോട്ട് ഒറ്റ കൈ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി വരാനുള്ള ചാൻസാണുള്ളത്. സോ 2 കൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഈ ഒരു മാച്ചിൻ്റെ 53-ാം മിനിറ്റിൽ ബാർക്കോളയുടെ ഭാഗത്ത് നിന്ന് ഇതേ സിമിലർ ഷോട്ട് വന്നതാണ്. പക്ഷേ ആ ടൈമിൽ ടെർ സ്റ്റെഗൻ 2 കൈ യൂസ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. 2 കൈ യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോലും ഈ ഒരു പവർ കാരണം ബോള് പോസ്റ്റ് തട്ടിയിട്ടാണ് കോർണർ കിക്കിലേക്ക് പോകുന്നത്. സോ പറഞ്ഞു വരുന്നത് ടെർ സ്റ്റെഗൻ വിചാരിച്ച സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഷോട്ടാണ് ടെർ സ്റ്റെഗൻ ഇല്ലാതാക്കിയത്. അതായത് 2 കൈ യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ചിൻ്റെ 50-ാം മിനിറ്റിൽ PSG വീണ്ടും ഒരു ഗോൾ നേടി. വിറ്റീനിയാണ് ആ ഒരു ഗോൾ നേടിയത്. അപ്പോൾ ആ ഒരു ഗോൾ ശരിക്കും പറഞ്ഞാൽ ടെർ സ്റ്റെഗന് സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഷോട്ട് തന്നെയായിരുന്നു. അതായത് പ്രോപ്പറായിട്ട് ടെർ സ്റ്റെഗൻ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഷോട്ടാണ് ടെർ സ്റ്റെഗൻ മിസ്സാക്കിയത്. പിന്നെ ഇതിൽ ഫ്രാങ്ക് ഡിയോങ്ങിന് ചെറിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പക്ഷേ അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഇഞ്ചുറി ആയിട്ട് വന്നതേ ഉള്ളൂ. സോ ആ ഒരു റിതത്തിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അതൊക്കെ കൊണ്ട് പ്ലെയറെ കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ടെർ സ്റ്റെഗന് സേവ് ചെയ്യാൻ പറ്റുന്ന 2 ഷോട്ടുകളാണ് ടെർ സ്റ്റെഗൻ മിസ്സാക്കിയത്. അതുമാത്രമല്ല UCL പോലത്തെ മാച്ചിൽ ഈ രീതിയിലുള്ള പെർഫോമൻസ് പാടില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പെർഫോമൻസ് വെച്ച് നമ്മൾ നെക്സ്റ്റ് മാച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഗോൾ കൺസീഡ് ചെയ്യാനോ നമ്മളൊരു ടെൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ടെർ സ്റ്റെഗൻ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ആവും. ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ടെർ സ്റ്റെഗൻ പഴയ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങിയെന്നായിരുന്നു. പക്ഷേ എനിക്ക് തെറ്റി. സെക്കൻഡ് ഹാഫിൽ 2 മിനിറ്റിന് ഡിഫറൻസിൽ 2 ഗോൾ ടെർ സ്റ്റെഗൻ കൺസീഡ് ചെയ്തു. അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. UCL പോലത്തെ മാച്ചിൽ തീരെ അക്സെപ്റ്റബിൾ അല്ല. എന്തായാലും നെക്സ്റ്റ് മാച്ചിലെങ്കിലും ഇമ്പ്രൂവ് ആവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാസ് ഒരു കംബാക്ക് നടത്തി. അതായത് ഈ ഒരു മാച്ചിൻ്റെ 62-ാം മിനിറ്റിൽ സെർജിയോ റോബർട്ടോനെ സബ് ചെയ്തിട്ട് പെഡ്രിയെ കൊണ്ടുവന്നു. ലെമിൻ യമാലിനെ സബ് ചെയ്തിട്ട് ജോവോ ഫെലിക്സിനെ കൊണ്ടുവന്നു. അപ്പോൾ പെഡ്രി വന്നിട്ട് 1 മിനിറ്റ് പോലും കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ പ്ലെയറിൻ്റെ അസിസ്റ്റിൽ നമ്മുടെ റഫീനി ഒരു ഗോൾ നേടി. കിടിലനായിട്ടുള്ളൊരു ഗോളാണ്. ആ ഒരു ഗോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതായത് റഫീനി കറക്റ്റായിട്ട് ബോക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പെഡ്രി നടത്തുന്ന ചിപ്പിൽ ഒരു ഡിലേ വരുന്നുണ്ട്. അതായത് ആ ഒരു ചിപ്പ് പാസ് കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്. പൊതുവേ ഒട്ടുമിക്ക പ്ലേയേഴ്സ് റൺ നടത്തുന്ന സമയത്ത് തന്നെ ചിപ്പ് ചെയ്ത് പാസ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷേ പെഡ്രി അവിടെ ഒരു ഡിലേ വരുത്തുന്നുണ്ട്. അതെല്ലാം മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു ഡിലേ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഷോട്ട് തന്നെ റഫീനിക്ക് നേടാൻ സാധിക്കില്ലായിരുന്നു.
സോ അത്രയും പ്രിസൈസ് ആയിട്ടുള്ളൊരു പാസ്സായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഷിപ്പ് പാസ്സായിരുന്നു നമ്മുടെ പെഡ്രിയുടെ ഭാഗത്ത് വന്നത്. അതുമാത്രമല്ല റഫീനയുടെ ഗോൾ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഗോളും കൂടിയായിരുന്നു അത്. അപ്പോൾ UCL ഇന്നേ വരെ ഗോൾ നേടാത്തത് ആരാണ്? നമ്മുടെ റഫീനിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ 2 ഗോളും PSG-ക്കെതിരെ, അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ലയണൽ മെസ്സിക്ക് ശേഷം ബാസയ്ക്ക് വേണ്ടിയിട്ട് ഗോൾ നേടിയ ആദ്യത്തെ പ്ലെയർ, അതായത് ക്വാർട്ടർ ഫൈനൽസിൽ ആദ്യത്തെ ഗോൾ നേടി തന്ന പ്ലെയർ ഈ ഒരു റഫീനിയാണ്. ആൻഡ് റഫീനയുടെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ പ്ലെയറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. കാരണം ഈ ഒരു മാച്ചിൽ കുറേ ചാൻസ് റഫീനിയ മിസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലെവൻഡോസ്കിക്ക് പാസ് നൽകേണ്ട സിറ്റുവേഷനിൽ പ്ലെയർ നേരെ പാസ് നൽകിയത് ലെമീനായിരുന്നു. അതേപോലെ തന്നെ പ്ലെയർ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യാതെ എന്തൊക്കെയോ ആക്കി കൂട്ടുന്ന പരിപാടി ചെയ്തിട്ടുണ്ട്. സോ അതിലൊന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ പ്ലെയർ വേറെ ലെവലാണ്. അത് കഴിഞ്ഞ് ഈ ഒരു മാച്ചിൻ്റെ 76-ാം മിനിറ്റിൽ ഫ്രാങ്ക് ഡി ജോങ്ങിനെ സബ് ചെയ്തിട്ട് ക്രിസ്ത്യൻസൺ വന്നു. അതിനുശേഷം ബാഴ്സക്ക് ഒരു കോർണർ കിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഗുണ്ടുവാൻ്റെ അസിസ്റ്റിൽ നമ്മുടെ ക്രിസ്ത്യൻസൺ ബാഴ്സക്ക് വേണ്ടിയിട്ട് വിന്നിങ് ഗോൾ നേടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു അന്ന്. അപ്പോൾ ആ ബർത്ത്ഡേ ദിവസം തന്നെ അദ്ദേഹം ബാഴ്സക്ക് വേണ്ടിയിട്ട് ഒരു ലീഡ് നേടിത്തന്നു. അങ്ങനെ 3-2 ലീഡോട് കൂടിയാണ് ബാഴ്സ ഈ ഒരു മാച്ച് വിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ അവസാന നിമിഷം ബാഴ്സ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയുണ്ടായി. പക്ഷേ എന്നിട്ടും ബാഴ്സ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർക്കോള വീണ്ടും ഒരു ഗോൾ അറ്റംപ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ അറോഹോയുടെ ഒരു ബോൾ ക്ലിയറൻസ് ഉണ്ട്, അത് വേറെ ലെവലായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ജൂൾസ് കോണ്ടെ ആണെങ്കിൽ എംബാപ്പേനെ കംപ്ലീറ്റ്ലി പോക്കറ്റിലാക്കി അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു ഫ്രീഡോ കാര്യങ്ങളോ കൊടുക്കാൻ പോലും കൂണ്ടെ നിന്നില്ല. ഞാൻ വിചാരിച്ചത് കൂണ്ടെ ഈ ഒരു മാച്ചിൽ അബദ്ധ പെർഫോമൻസ് ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. കൂണ്ടെ എംബാപ്പേനെ നല്ല രീതിയിൽ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ഒട്ടുമിക്ക താരങ്ങളും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലെയർ എന്ന് പറയുന്നത് ഗുണ്ടുവാനായിരുന്നു. ഗുണ്ടുവാൻ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ കവറപ്പ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വണ്ടർ അടിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൻഡോസ്കിയുടെ പെർഫോമൻസാണ്. കാരണം ലെവൻഡോസ്കി ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിലുള്ള ലെവൻഡോസ്കി എന്ന് പറയുന്നത് അറിയാലോ, പ്രോപ്പറായിട്ട് ബോൾ ക്യാരി ചെയ്യില്ല, നമ്മുടെ ഒരു അറ്റാക്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലാണ് ലെവൻഡോസ്കി നിൽക്കാറ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ വേറെ ലെവൽ ലെവൻഡോസ്കി, അതായത് ബോൾ എടുത്ത് കൊണ്ടുപോകുന്നു ഈസി ആയിട്ട്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കൂളായിട്ട് ബോൾ എടുത്ത് കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ ഏരിയൽസിലെല്ലാം പ്ലെയർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റുള്ള താരങ്ങൾക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ കണ്ട ലെവൻഡോസ്കി അല്ല, അതായത് ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ കണ്ട ലെവൻഡോസ്കി അല്ല ഈ ഒരു മാച്ച് കണ്ടത്. വേറെ ലെവൽ ലെവൻഡോസ്കി ആയിരുന്നു. അതായത് ബോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോൾ അദ്ദേഹം പെട്ടെന്നൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ കൗണ്ടർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹായിക്കുന്നുണ്ട്, സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഏരിയൽസിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. എന്തോ ലെവൻഡോസ്കിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചാവിയുടെ അനൗൺസ്മെൻറ്റ് വന്നതോടുകൂടി ലെവൻഡോസ്കി വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങി. ഞാൻ ഹൈലി ഇമ്പ്രസ്ഡ് ആണ് പ്ലെയറിൻ്റെ പെർഫോമൻസിൽ. പിന്നെ ഈ ഒരു മാച്ചിൽ കുബാർസിയുടെ പെർഫോമൻസ് എടുത്തറിയേണ്ടതാണ്. കാരണം എംബപ്പേനെ ലോക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു കുബാർസിയുടെ പെർഫോമൻസ്. അതുമാത്രമല്ല ഈ ഒരു ഡെമ്പലിനെ അത്യാവശ്യം നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുബാർസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് കളിച്ചു. അതായത് ഈ 17 വയസ്സുള്ളൊരു പ്ലെയർ, അതും ഒപ്പോണൻറ്റിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഇത്രയും പ്രഷറുള്ളൊരു മാച്ച് കളിക്കുമ്പോൾ കോൺഫിഡൻസ് ഡൗൺ ആവാറാണ് പതിവ്. പക്ഷേ ഈ ഒരു മാച്ചിൽ കുബാർസി അങ്ങനെ ആയിരുന്നില്ല. പ്ലെയർ ഫുൾ കോൺഫിഡൻസോടെയാണ് കളിച്ചത്. അതുമാത്രമല്ല ഇത്രയും പ്രഷറായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടും പ്ലെയർ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് മാനേജ് ചെയ്തു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ക്യാൻസലിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്. ക്യാൻസൽ ഒന്ന് ഡിഫൻസിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഈ ഒരു മാച്ചിൻ്റെ ഒരു പോയിന്റിൽ പ്രോപ്പറായിട്ടുള്ള ബോൾ ക്ലിയറൻസ് നടത്താത്തതുകൊണ്ട് ബാസ ഗോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാക്ക് ബാക്കിങ്ങിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ക്യാൻസലോ ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ബെസ്റ്റ് പ്ലെയർ ആവും. പ്ലീസ് ഇനിയുള്ള മാച്ചിലെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ആവണം. പിന്നെ ഈ ഒരു മാച്ചിൽ ഫ്രാങ്ക് ഡി ജോങ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫിൽ പ്ലെയർ ചെറുതായിട്ട് ഡൗൺ ആയി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു മാച്ചിൽ സെർജി റോബർട്ടോയുടെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് മാച്ചിൽ അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ ക്രിസ്ത്യൻസൺ ആണെങ്കിൽ ഈ ഒരു മാച്ചിൽ യെല്ലോ കാർഡ് നേടി, അതുകൊണ്ട് അടുത്ത മാച്ചിൽ അദ്ദേഹം ഉണ്ടാവില്ല. അപ്പോൾ 2 മിഡ്ഫീൽഡേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ നെക്സ്റ്റ് മാച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു മാച്ചിൽ കുബാർസിനെ മിഡ്ഫീൽഡ് കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം കുബാർസിക്ക് ഈ ഒരു പാസിങ് ആക്യുറസി ഒക്കെ ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ
ഒരു CDMൻ്റെ ചില ട്രേഡ്സ് പ്ലെയറിനുണ്ട്. അപ്പോൾ ചാവി ഒരു ക്രിസ്ത്യൻസിൽ വെച്ച ഒരു ട്രസ്റ്റ് കുബാർസിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ അകത്ത് നമ്മുടെ ജാവോ ഫെലിക്സിൻ്റെ പെർഫോമൻസ് നൈസായിരുന്നു. അതേപോലെ തന്നെ ഫെറാന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെർബിനും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഓവറോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബാസ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തൊരു മാച്ച് തന്നെയായിരുന്നു ഇത്. അപ്പോൾ മെസ്സി ഇല്ലാത്തൊരു ബാർസ, 2008 ശേഷം മെസ്സി ഇല്ലാത്തൊരു ബാർസ വെച്ചിട്ട് അതും PSG ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ബാസ വിൻ ചെയ്തിട്ടുണ്ട്. അതിന് ചാവിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഈ കഴിഞ്ഞ സമ്മറിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് നടത്തിയൊരു ടീമാണ് PSG. ആ ഒരു ടീമിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിച്ചത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സോ കൺഗ്രാറ്റ്സ് ചാവി. പിന്നെ ഈ കഴിഞ്ഞ സമ്മറിൽ നമ്മുടെ ക്ലബ്ബ് വിട്ടുപോയ ഡെംബെലെ, ആ ഒരു പ്ലെയറിന് നമ്മുടെ ക്ലബിനോട് യാതൊരു രീതിയിലുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് ഈ ഒരു മാച്ചോട് കൂടി മനസ്സിലായി. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മുടെ ക്ലബ്ബ് ഈ ഒരു പ്ലെയർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയാസിൻ്റെ മുന്നിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻസ് വരെ ഈ ഒരു പ്ലെയർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ട്രസ്റ്റ്, സപ്പോർട്ട് ഒന്നും തന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്നത് ഡെംബെലയുടെ ആ ഒരു സെലിബ്രേഷനിലൂടെ മനസ്സിലായി. അതായത് ഡിസ്റെസ്പെക്റ്റിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു ഡെംബെലയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇപ്പോൾ കാറ്റലാൻ മീഡിയ ആയിക്കോട്ടെ, സ്പാനിഷ് മീഡിയ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഈ ഒരു ഡെംബെലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ബോർഡ്, ഫാൻസ്, അതേപോലെ തന്നെ സ്വന്തം ടീംമേറ്റ്സ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ഒന്നുമില്ല എന്ന് കാണിച്ചു തന്നൊരു പ്ലെയർ 6 വർഷം ക്ലബ്ബിലുണ്ടായിട്ട് പോലും അതിൻ്റെ ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തായാലും പ്ലെയർ ഒളിമ്പിക് മോഞ്ചോയിൽ വരുമല്ലോ, നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും പ്ലെയറിന് ആ ഒരു മാച്ചിൽ ലഭിക്കാം. ഐ എം വെയിറ്റിംഗ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.